ായിരിക്കുന്നു. വർഗീയമായും മറ്റു പലതരത്തിലും ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഹീനമായ ശ്രമം തുടരുകയാണ്. ഭൂമാഫിയ, ലഹരി മാഫിയ, ബ്ലേഡ് മാഫിയ, ഗൂണ്ടാ സംഘങ്ങൾ, പെൺവാണിഭ സംഘങ്ങൾ, ഇങ്ങനെ പലതരം സമൂഹവിരുദ്ധ ശക്തികൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ വാഹനങ്ങളുടെ പെരുപ്പം മൂലം ട്രാഫിക് അപകടങ്ങളും വർദ്ധിച്ചു വരികയാണ്. ഇത്തരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പോലീസിന് നേരിടേണ്ടി വരുന്നത്. അതേസമയം പുതിയ സാങ്കേതിക വിദ്യകൾ, ശാസ്ത്രീയ രീതികൾ, ഇവയൊക്കെ കുറ്റാന്വേഷണവും ക്രമസമാധാന പാലനവും കൂടുതൽ മികച്ച രീതിയിൽ നടത്താൻ പോലീസിനെ പ്രാപ്തമാക്കുന്നുണ്ട്. ഇവയെല്ലാം ഉപയോഗപ്പെടുത്തി ജനങ്ങളുടെ പിന്തുണയോടെ സുരക്ഷയും സമാധാന അന്തരീക്ഷവും ഉറപ്പാക്കാനാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ പോലീസ് ശ്രദ്ധിക്കേണ്ടത്. കൊളോണിയൽ കാലത്തെ മർദ്ദക ശൈലിയല്ല ഇക്കാലത്ത് പോലീസ് പിന്തുടരേണ്ടത്. മർദ്ദനവും ബലപ്രയോഗവും ഭീഷണിയുമാണ് പോലീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനം എന്ന ധാരണ മാറേണ്ടതാണ്. ആ ധാരണക്ക് പൊതുവെ മാറ്റം വന്നിരിക്കുകയാണ്. ജനങ്ങളോട് മാന്യമായി പെരുമാറണം, മൂന്നാം മുറ അവസാനിപ്പിക്കണം. ഇത്തരം നിർദ്ദേശങ്ങൾ കർശനമായി തന്നെ സർക്കാർ നേരത്തെ തന്നെ നൽകിയിട്ടുള്ളതാണ്. ഈ കാഴ്ചപ്പാടോടെയാണ് നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സേന പ്രവർത്തിക്കേണ്ടത്. എന്നാൽ അതിന് വിരുദ്ധമായ ചില ഒറ്റപ്പെട്ട പ്രവണതകൾ ചിലയിടങ്ങളിൽ ഉണ്ടാകുന്നു എന്നത് വസ്തുതയാണ്. അത്തരം പ്രവണതകൾ ഒരു തരത്തിലും വെച്ച് പൊറുപ്പിക്കില്ല എന്നാണ് ഈ ഘട്ടത്തിൽ ഒന്നുകൂടി ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ളത്. മൂന്നാം മുറ പോലെ തന്നെ തീർത്തും ഇല്ലാതാകേണ്ട ഒന്നാണ് അഴിമതി. നമ്മുടെ കേരള പോലീസ് ഇന്ത്യയിലെ മികച്ച പോലീസ് സേനകളിൽ ഒന്നായാണ് അറിയപ്പെടുന്നത്. കഴിവും കാര്യക്ഷമതയും നല്ല തോതിൽ പുലർത്തിപ്പോരാൻ കേരള പോലീസിന് പൊതുവെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നേട്ടങ്ങളുടെ ഭാഗം കാണുമ്പോൾ തന്നെ അഴിമതിക്ക് വശംവദരാകുന്ന ചിലരെക്കുറിച്ചുള്ള പരാതികൾ ഇടയ്ക്കുയരുന്നത് നമുക്ക് അവഗണിക്കാൻ കഴിയുന്നതല്ല. വേലി തന്നെ വിളവ് തിന്നുന്ന അത്തരമൊരവസ്ഥ നാടിനൊരു തരത്തിലും പൊറുപ്പിക്കാൻ കഴിയുന്നതല്ല.
അത്തരം പരാതികളിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്നുള്ള നിർദ്ദേശം ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ജനങ്ങളോട് മര്യാദയോടെ പെരുമാറുന്ന പോലീസിനെയാണ് നാടിനാവശ്യം. സ്ത്രീകളും ദുർബല വിഭാഗങ്ങളുമുള്ള എല്ലാവരുടെയും ആവലാതികൾക്ക് ആശ്വാസമേകുന്ന, അഴിമതിക്ക് വശംവദരാകാത്ത പോലീസാണ് നാടിനാവശ്യം. അത്തരത്തിൽ മികച്ച പോലീസ് സേനയായി മാറാൻ കൂടുതൽ ആൾശേഷിയും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യമാണെന്ന കാര്യം സർക്കാരിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആൾശേഷി വർദ്ധിപ്പിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുമുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുക തന്നെ ചെയ്യും. സംസ്ഥാനത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നടപടികൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പോലീസിൽ വനിതകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുകയാണ്. കൂടുതൽ സ്ഥലങ്ങളിൽ പോലീസ് സ്റ്റേഷനുകൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം നവീന സാങ്കേതിക വിദ്യകൾ കൂടുതലായി ഉപയോഗപ്പെടുത്താനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇത്തരമൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി സ്വീകരിച്ച നടപടികളാണ്. 2006 മുതൽ തീർപ്പാക്കാതെ കിടന്ന SIമാരുടെ സീനിയോറിറ്റി ലിസ്റ്റ് അംഗീകരിച്ച് ഒഴിവുകൾ നികത്താനുള്ള നടപടികൾ കൈക്കൊണ്ടതും ഇതിൻ്റെ ഭാഗമായി തന്നെയാണ്. ഇത്തരം നടപടികളിലൂടെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സുരക്ഷയും നാട്ടിൽ സമാധാനവും ഒരുക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ പരിശീലനം കഴിഞ്ഞ് ഇതോടെ നിങ്ങൾ കർത്തവ്യ നിർവഹണത്തിനായി ജനങ്ങളുടെ ഇടയിലേക്ക് പോവുകയാണ്. അവിടെയാണ് യഥാർത്ഥ പരീക്ഷണം. ക്യാമ്പിലെ പാഠങ്ങൾക്കപ്പുറം പ്രായോഗിക ബുദ്ധിയും ശരിയായ കാഴ്ചപ്പാടും നയസമീപനവും കൂടി ഉണ്ടെങ്കിലേ അവിടെ വിജയിക്കാൻ കഴിയും. പല സന്നിഗ്ധ ഘട്ടങ്ങളും നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. അത്തരം ഘട്ടങ്ങളിൽ വിവേകപൂർവം തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിമിഷ നേരം കൊണ്ട് കാര്യങ്ങളാകെ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് സംഭവിക്കുക. ഒരു നല്ല പോലീസ് ഉദ്യോഗസ്ഥനായി മാറുന്നതിന് കഴിവ് മാത്രം പോരാ, ജോലി ചെയ്യുന്ന പ്രദേശത്തെ ജനസമൂഹത്തെ ആഴത്തിലറിയാനുള്ള മനസ്സുകൂടി വേണം. അത്തരമൊരു കാഴ്ചപ്പാടോടെ പെരുമാറ്റത്തിൽ വിനയവും നിയമം നടപ്പാക്കുന്നതിൽ കാർക്കശ്യവുമുള്ള ഉത്തമ പോലീസ് ഉദ്യോഗസ്ഥനായി നിങ്ങൾ ഓരോരുത്തർക്കും മാറാൻ കഴിയട്ടെ എന്നാണ് ഈ ഘട്ടത്തിൽ ആശംസിക്കുന്നത്. ഇന്നിവിടെ പരിശീലനം പൂർത്തിയാക്കിയ എല്ലാ സേനാംഗങ്ങൾക്കും ശോഭനമായ ഒരു സേവനകാലം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. പരേഡ് അതിൻ്റെ അവസാന
തിരുവനന്തപുരം SAP ക്യാമ്പിലെ പുതിയ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഴിമതിരഹിതമായ ഒരു പോലീസ് സേനയാണ് സംസ്ഥാനത്തിന് ആവശ്യം, മറിച്ചായാൽ കർശന നടപടി, മൂന്നാം മുറ ആവശ്യമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. SAP ക്യാമ്പിലെ പുതിയ പോലീസ് സേനയുടെ പാസിംഗ് ഔട്ടുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. ജനങ്ങളോട് മര്യാദയായി പെരുമാറുന്ന പോലീസിനെയാണ് നാടിനാവശ്യം, മൂന്നാം മുറ പാടില്ല, മൂന്നാം മുറയ്ക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും, അഴിമതിക്ക് വശംവദരാകാതെ പോലീസ് സേന നാടിന്, ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്കൊക്കെ തുണയാകുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സേനയാണ് ആവശ്യം. അത്തരത്തിൽ പ്രവർത്തിക്കാൻ പുതിയ ബാച്ചിന് പുറത്തിറങ്ങുന്ന എല്ലാവരെയും മുഖ്യമന്ത്രി ആശംസകൾ അറിയിച്ചു. തിരുവനന്തപുരത്തെ SAP ക്യാമ്പിലായിരുന്നു രാവിലെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നത്. മൂന്നാം മുറ പോലെ ഇല്ലാതാകേണ്ട ഒരു കാര്യമാണ് അഴിമതി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. SAP ക്യാമ്പിലെ പുതിയ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? ചടങ്ങിന്റെ മറ്റ് വിവരങ്ങൾ കൂടി. ജോർജറ്റ്, തിരുവനന്തപുരം SAP ഗ്രൗണ്ടിൽ പുതിയതായി ഇറങ്ങിയ ബാച്ചിന്റെ, പോലീസ് ബാച്ചിന്റെ അവർക്ക് അവരുടെ പരേഡ് പരിശോധിച്ച ശേഷം സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി ഈ രീതിയിൽ അഴിമതിക്കെതിരെയുള്ള നിലപാട് വ്യക്തമാക്കിയത്. അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് മൂന്നാം മുറ ഒഴിവാക്കണം എന്നുള്ളത് പോലീസിന് കർശന നിർദ്ദേശം നൽകിയിരുന്നു. ജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്നും പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് മൂന്നാം മുറ പോലെ തന്നെ ഇല്ലാതാക്കേണ്ട ഒന്ന് തന്നെയാണ് അഴിമതി എന്നുള്ളതാണ്. അഴിമതിക്ക് വശംവദരാകാത്ത പോലീസിനെയാണ് നാടിന് ആവശ്യമെന്നും അദ്ദേഹം പറയുന്നു. ഇത്തരത്തിൽ കർശന നിലപാട് തന്നെ, ഇത്തരത്തിൽ പ്രവർത്തിക്കാത്തവർക്കെതിരെ കർശന നിലപാട് തന്നെ സ്വീകരിക്കും. അത്തരത്തിൽ നടപടിയെടുക്കാൻ തന്നെയാണ് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പരാതികൾ ഉയർന്നു വരുന്നത്, നിലവിൽ ചിലർക്കെതിരെ പരാതികൾ ഉയർന്നു വരുന്നത് അത് അവഗണിക്കാൻ സാധിക്കുകയില്ല. വേലി തന്നെ വിളിവ് തിന്നുന്ന സാഹചര്യം അത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണെന്നും മുഖ്യമന്ത്രി പറയുന്നു. അതോടൊപ്പം തന്നെ കൊളോണിയൽ കാലത്തെ മർദ്ദനമുറയല്ല ഇക്കാലത്തെ പോലീസിന് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മൂന്നാം മുറ എന്നുള്ളതിനെ സംസ്ഥാന സർക്കാർ അംഗീകരിക്കുന്നില്ല. ജനങ്ങളെ ഭീഷണിപ്പെടുത്താതെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി കേൾക്കുന്ന രീതിയിൽ തന്നെയാകണം പുതിയ പോലീസ് വളർന്നു വരേണ്ടതെന്നും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ പോലീസിലെ ആൾശേഷിയും അടിസ്ഥാന സൗകര്യ വികസനവും വികസിപ്പിക്കാൻ വേണ്ടി സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഏതായാലും കഴിവ് മാത്രം പോരാ എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അഴിമതിക്കെതിരെ കർശനമായ നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമെന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. പോലീസ് സേനയെ നവീകരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രഖ്യാപനങ്ങളോ എന്തെങ്കിലും മുഖ്യമന്ത്രി നടത്തിയോ? അത്തരത്തിൽ നേരത്തെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ചും പോലീസിൽ ആൾശേഷി കുറവാണ് എന്നൊരു പരാതി നിരവധി തവണ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ അത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ഏതൊക്കെ രീതിയിൽ ഇത് വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അതിനുള്ള നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ പോലീസ് സേനയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് എന്തൊക്കെ സർക്കാരിന് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുന്നതായിരിക്കും. ഒപ്പം തന്നെ വനിതാ പോലീസിന്റെ എണ്ണത്തിലും വർധനവ് ഉണ്ടാകും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ജോർജറ്റ്, മൂന്നാം മുറ പോലെ ഇല്ലാതാകേണ്ട ഒന്നാണ് അഴിമതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ വെച്ചുപൊറുപ്പിക്കില്ലെന്നും കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം SAP ക്യാമ്പിൽ പുതുതായി പരിശീലനം പൂർത്തിയാക്കിയ പോലീസുകാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിവരങ്ങളാണ് ഷീജ നൽകിയത്.